ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കളക്ഷനിലുള്ള ബാക്കി സാരീസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ കുറെ വൈറ്റ് സാരീസിന്റെ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വൈറ്റ് സാരീസ് അല്ലാതെ വേറെ കളേഴ്സും അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈറ്റും അവൈലബിൾ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നല്ല പേസ്റ്റൽ ഷെയ്ഡ് സാരീസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സാരീസ് ഒന്നായിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് സാരിയിൽ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്ന ഈ ഒരു സാരിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ആപ്ലിക് വർക്ക് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ലാവൻഡർ ഷെയ്ഡിലുള്ള ആപ്ലിക് വർക്ക്. ഇതിന്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷനിൽ ഇങ്ങനെ മൂന്ന് വലിയൊരു ഫ്ലവർ പാറ്റേൺ, അതായത് ചെറിയ ലീവ്സ് വെച്ചിട്ടുള്ള വലിയൊരു ഫ്ലവർ പാറ്റേൺ ആയിട്ട് മൂന്ന് വലിയ ഫ്ലവർ പാറ്റേൺ അതിന്റെ ഒരു പല്ലു പോർഷനിൽ വരുന്ന പോലെയാണ് ഇതിന്റെ പല്ലു വരുന്നത്. എന്നിട്ട് ഫുൾ ബോർഡർ നമ്മുടെ രണ്ട് സൈഡിലുള്ള ബോർഡറും അതുപോലെ എൻഡിൽ വരുന്ന ബോർഡറും ഇതുപോലെ ഈ ഒരു ലീഫ് പാറ്റേൺ വെച്ചിട്ട് ബോർഡർ വരുന്ന പോലെയാണ്. ഇതിന്റെ എൻഡ് പറഞ്ഞ പോലെ കട്ട് വർക്ക് പോലെയാണ് വരുന്നത്. ആ ഓരോ ലീഫിന്റെയും ഷേപ്പിൽ വരുന്ന പോലെ തന്നെ കട്ട് വർക്ക് ബോർഡേഴ്സ് അതിന്റെ എൻഡ് വരുന്നത്. ആ ഒരു ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സാരിയുടെ ഫുൾ ബോഡിയിൽ ഇതുപോലത്തെ ചെറിയ ലീഫ് പാറ്റേൺ, 3 ലീവ്സ് വരുന്ന പോലത്തെ ഒരു ലീഫ് പാറ്റേൺ മോട്ടീവ്സ് ആയിട്ട് ഫുൾ ബോഡിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ലാവൻഡർ ബോർഡർ വരുമ്പോഴത്തേനും ഒരുപാട് ഹൈലൈറ്റ് വരത്തില്ല, അതായത് ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ വരത്തില്ല. എന്നാൽ പോലും നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് വൈറ്റ് ലാവൻഡർ കോമ്പിനേഷൻ. അതുപോലെ ഫുൾ ബോഡിയിലും ഇതുപോലത്തെ മോട്ടീവ്സ് കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ആപ്ലിക് വർക്ക് സാരീസ് നേരത്തെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ വൈറ്റ് ഷെയ്ഡ്സിന്റെ കുറവായിരുന്നു. ഇതിനകത്ത് ബ്ലൗസ് വരുമ്പം ബ്ലൗസിന്റെ സ്ലീവ്സിലും ഇതുപോലെ ആ ഒരു സെയിം പാറ്റേൺ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്ന പോലെ തന്നെയാണ്. പ്ലെയിൻ ബ്ലൗസ് അല്ല, ചെറിയൊരു മോട്ടീവ് സ്ലീവ്സിൽ രണ്ടിലും വരുന്നത് പോലെ ആ ഒരു പാറ്റേൺ വരുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫുൾ ബോർഡറും ബോഡി വരുന്ന ഈ ഒരു റാൻഡം ആയിട്ടുള്ള മോട്ടീവ്സുമാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2645 ആണ്. ഉടുത്ത് കഴിയുമ്പോൾ നല്ല എലഗന്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. നമ്മുടെ പ്രീമിയം കോട്ട, സോഫ്റ്റ് കോട്ട മെറ്റീരിയൽ വരുന്ന കോട്ട ഫാബ്രിക് വരുന്ന സാരി തന്നെയാണ്. കോട്ട ഫാബ്രിക് ഇത് കണ്ടു, ഇതുപോലെ നമ്മുടെ കോട്ട ഫാബ്രിക് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ സീ ത്രൂ അല്ല, സിംഗിൾ ലെയറിൽ നമ്മുടെ കോട്ടൺ ചെക്കോട്ട, സിൽക്കി കോട്ട ഒക്കെ പോലെ സിംഗിൾ ലെയറിൽ സീ ത്രൂ ആണ്. പക്ഷെ കുത്തി ഉടുത്ത് കഴിയുമ്പോൾ സീ ത്രൂ അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതുപോലെ സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യം അങ്ങനത്തെ ഒന്നും വരുന്നില്ലാത്ത ഒരു നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു സോഫ്റ്റ് കോട്ട മെറ്റീരിയൽ. ഇതിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് സാരിയാണ് ഈ ഒരു ഇത്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ സെയിം കളർ ചേഞ്ച് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലാവൻഡറിന് പകരം സ്കൈ ബ്ലൂ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. വൈറ്റിൽ സ്കൈ ബ്ലൂ നല്ല ഹൈലൈറ്റ് ചെയ്ത്, ലാവൻഡറിനേക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റ് കോമ്പിനേഷൻ, അതായത് ആ ഒരു കളർ ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണണമെന്നുള്ളവർക്ക് ഈ ഒരു കോമ്പിനേഷൻ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ആ സെയിം ലീഫ് പാറ്റേൺസ് ഭംഗിയായിട്ട് തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പല്ലുവിൽ വന്നിട്ടുണ്ട്. പല്ലുവിന്റെ എൻഡ് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പാറ്റേൺ സെയിം, ഡിസൈൻസ് എല്ലാം സെയിം തന്നെയാണ്. ലീഫ് പാറ്റേണിൽ എൻഡ് കട്ട് വർക്ക് വരുന്നത് പോലെ വരുന്നുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ കാണിച്ച സാരിയിലെ പോലെ തന്നെ സ്ലീവ്സിൽ ഇതുപോലെ ആപ്ലിക് വർക്കിന്റെ ആ ഒരു മോട്ടീവ്സ് ഉള്ളത് പോലെ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ബാക്കി എല്ലാം സെയിം ആയിട്ട് ഇത് കണ്ട് ഈ ഒരു ബോഡി പോർഷനിലോട്ടൊക്കെ വരുമ്പോൾ ഫുൾ ആ ഒരു ബോർഡർ വരും. നമ്മൾ ഉടുക്കുന്ന ഫുൾ ഭാഗത്തും ആ ഒരു ബോർഡറും വരും. അതുപോലെ ബോഡി പോർഷനിൽ ഫുൾ ആ ഒരു മോട്ടീവ്സും വരുന്നത് പോലെയാണ് ഈ ഒരു സാരിയും വന്നിരിക്കുന്നത്. സെയിം റേറ്റും എല്ലാം സെയിം ആണ്, കളർ കോമ്പിനേഷൻ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയുള്ളൊരു സാരിയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരി. നോർമലി നമ്മൾ കണ്ടുവരുന്ന സാരീസ് അല്ലാതെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇത് ഓർഗൻസ ഫാബ്രിക് ആണ്. ഓർഗൻസ ഫാബ്രിക്കിൽ ഫുൾ ബോഡി ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എൻഡ്, അതായത് ബോർഡർ വരുന്നത് സെറി വീവാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി അങ്ങനെ ഈ ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ ഇതുപോലത്തെ സെറി വീവ്സ് കാണാറുള്ളതല്ല. നല്ല ഫുൾ തിക്കായിട്ടുള്ള എംബ്രോയിഡറി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു ഡോട്ടഡ് പാറ്റേണിലുള്ള ടൈപ്പ് ഒരു എംബ്രോയിഡറി ഇതിനകത്ത് ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. തിക്കായിട്ടും നല്ല, നമ്മൾ തൊടുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ തന്നെ എംബ്രോയിഡറി വർക്കാണ്. അതിൽ ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ഒരു ചെറിയ വീവാണ് ഇതിന്റെ ബോർഡറിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പല്ലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലുവാണ്. ആ ഒരു ഫ്ലോറൽ, ആ ഒരു ചെറിയ ആയിട്ടുള്ളൊരു പല്ലു ഇതിന് പല്ലുവായിട്ട് വരുന്നത്. അതുപോലെ ബ്ലൗസ് വരുമ്പോഴത്തേനും ഇതിനകത്ത് വരുന്നത് ഒരു ചെറിയ വീവിലുള്ള ഒരു ബ്ലൗസും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. ഇതുണ്ടോ, ഇതിന്റെ പല്ലു പോർഷൻ ഇതാണ്, ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പല്ലു പോർഷനാണ്. ഇതിന്റെ
നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉടുക്കാവുന്ന പോലത്തെ ഒരു സാരിയാണ്. നോർമൽ ഒരു കാഷ്വൽ വെയറിനേക്കാളും അല്ലെങ്കിൽ ഒരു നല്ലൊരു ഒക്കേഷൻ ഉടുക്കാവുന്ന പോലത്തെ, ഇപ്പം ഒരു ബാപ്റ്റിസം ആണെങ്കിലും അതുപോലെ ഈവൻ ഒരു നല്ലൊരു ഫംഗ്ഷൻ, നല്ലൊരു വലിയ ഫംഗ്ഷന് ക്ലോസ് ഫാമിലിക്ക് ഉടുക്കാവുന്ന പോലത്തെ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു വർക്കാണ്. ബാപ്റ്റിസത്തിനൊക്കെ ആണെങ്കിലും ഹൗസ് വാമിങ്ങിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചേർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഫംഗ്ഷൻസിനും അല്ലാത്ത ഫംഗ്ഷൻസിനും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു സെറി വീവിന്റെ ഒരു ഭംഗി ഫുൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈവൻ നമുക്കൊരു വൈറ്റ് ബ്രൈഡൽ സാരിയുടെ ലുക്ക് വരെ വരുന്ന പോലത്തെ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു സാരി അതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ആ സെറി വീവും ഈ ഫുൾ എംബ്രോയിഡറി ഒക്കെ കൂടെ, ഇതൊരു പ്യുവർ വൈറ്റ് സാരി അല്ല, ചെറിയൊരു ഗ്രേയിഷ് ബ്രൗണിഷ് ടിന്റ് ഒക്കെ വരുന്ന പോലത്തെ ഒരു സാരി. പ്യുവർ വൈറ്റ് എന്ന് നമുക്ക് പറയത്തില്ല, നമ്മൾ പറയുന്ന മിൽക്കി വൈറ്റ് ആ ഒരു പ്യുവർ വൈറ്റ് ഷെയ്ഡ് അല്ല, എന്നാൽ ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് തന്നെ, വൈറ്റിനോട് സിമിലർ ആയിട്ടുള്ളൊരു പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. ബ്ലൗസ് വന്നിരിക്കുന്ന ഫുൾ സെറി വീവായിട്ട്, ഇതാ ഞാൻ പറഞ്ഞ ഒരു ബ്രൈഡൽ സാരിയുടെ തന്നെ ലുക്ക് ഈ സാരിക്കുണ്ട്. ഫുൾ ഇതുണ്ടോ, ഫുൾ ആ ഒരു സെറി വീവ് വരുന്ന പോലത്തെ ഒരു സാരി. ഒരു സിമ്പിൾ ആയിട്ട് ബ്രൈഡൽ സാരി ചൂസ് ചെയ്യേണ്ടവർക്ക് പോലും വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്ന പോലത്തെ അത്ര നല്ലൊരു എലഗന്റ് ആയിട്ടുള്ളൊരു വർക്കുള്ളൊരു സാരിയാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 3000 സംതിങ്. ഇപ്പൊ പറയാം റേറ്റ് വരുന്നത് 3099, 3099. അത് ഈ പറഞ്ഞ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സാരി ശരിക്കും വർത്താ. നമുക്കൊരു ഈ ഒരു സാരിക്ക് ഒരു 3000 റേഞ്ച് ഒന്നും അല്ല. നല്ലൊരു ആ ഒരു ബ്ലൗസ് കൂടെ, ഈ ഒരു സെയിം ബ്ലൗസ് കൂടെ ഒക്കെ വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു 5000 എബോവ് വർത്ത് തോന്നുന്ന പോലത്തെ ഒരു സാരി ഇത്. ആ ഒരു സാരി ശരിക്കും നല്ല ഭംഗി ഉണ്ടാവും ഉടുത്ത് കഴിയുമ്പോഴത്തേനും. ഫുൾ ബോർഡർ ഈ ഒരു വർക്കും ഒക്കെ കൂടെ വന്നിട്ട് ഈ ഒരു ബ്ലൗസ് കൂടെ ഒക്കെ വെച്ച് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് വീണ്ടും ഒരു ഓർഗൻസ സാരിയാണ്. അപ്പോൾ ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള ഓർഗൻസ സാരീസ് വേണ്ടവർക്കുള്ളവർക്ക് നമ്മൾ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു വൈറ്റിൽ ബ്ലൂ വർക്കുള്ള ഒരു സാരി കാണിച്ചു. എന്നാൽ ആ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഓർഗൻസയിൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ നമുക്ക് ഓർഗൻസയിലും കോട്ടായിലും ഒക്കെ ഈ ഒരു സെയിം ഡിസൈൻസ് നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ട്. നമുക്ക് കോട്ടായിൽ ഈ ഒരു സെയിം ഡിസൈനുള്ള സാരീസ് നേരത്തെ ഉണ്ടായിരുന്നു. സെയിം കളർ കോമ്പിനേഷൻസും ഡിഫറെന്റ് കളർ കോമ്പിനേഷനും ഒക്കെ ഈ സെയിം വർക്ക് നമുക്ക് കോട്ടായിൽ, അതായത് നമ്മുടെ സോഫ്റ്റ് കോട്ടായിൽ, പ്രീമിയം കോട്ടായിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ഓർഗൻസ മെറ്റീരിയലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. സെയിം ഇതിന്റെ പല്ലുവിന്റെ ബോർഡർ, പല്ലുവിന്റെ ബോർഡർ സ്കാലപ്പ് വന്ന് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണും അതുപോലെ എൻ്റെ ഇടയ്ക്ക് ഫ്ലവേഴ്സും വരുന്ന പോലെ ഉണ്ട് പല്ലുവിലെ ബോർഡർ വരുന്നത്. അതുപോലെ ഇതിന്റെ ബോഡി പാർട്ടിൽ ഫുൾ ഈ ഒരു റോസ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് സ്പ്രെഡ് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഫുൾ ബോഡിയിലും അതങ്ങനെ വന്നിട്ടുണ്ട് ആ ഒരു പാറ്റേൺ. അതുപോലെ ഈ സാരിയുടെ ഫുൾ രണ്ട് വശത്തുമുള്ള ഫുൾ ബോർഡറിലും ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫുൾ ബോഡി ഡിസൈൻസ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സാരി ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഈ ഒരു മോട്ടീവ്സ് വരുന്നത് ഇതിൻ്റെ ബോട്ടം പോർഷനിലോട്ടായിരിക്കും. ഹാഫ് സാരീസ് അതായത് ഇതിൻ്റെ എൻഡ് വശം, അതായത് നമ്മൾ ഉടുത്ത് വരുമ്പോൾ ബോട്ടമിൽ നമ്മൾ കാണുന്ന ഭാഗത്താണ് ഈ ഒരു ഡിസൈൻസ് വരുന്നത്. ഇങ്ങനത്തെ സാരിയിലെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞതുപോലെ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ വൈറ്റ് ഓർഗൻസ ബ്ലൗസ് ആണ് വരുന്നത്. അതുകൂടാതെ നമ്മൾ ആ കുത്തുന്ന ഭാഗവും പ്ലെയിൻ ആയിട്ട് തന്നെ ആയിരിക്കും ഫാബ്രിക് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 1 മീറ്റർ നമുക്ക് പ്ലെയിൻ ഫാബ്രിക് കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് ലെഗ് പോർഷൻ തൊട്ടാണ് ഈ ഒരു ബോർഡറും ഈ ഒരു വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2950 ആണ്. 2950 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഓർഗൻസ, നല്ല ഒതുങ്ങിക്കിടക്കുന്ന ഓർഗൻസ, ഒത്തിരി വീർത്ത് നിൽക്കുന്ന ഓർഗൻസയല്ല, നല്ല ഒതുങ്ങിക്കിടക്കുന്ന ഓർഗൻസ മെറ്റീരിയലാണ്. ഇതിന്റെ ഫുൾ ബോഡി ഇത്രയും ത്രെഡ് വർക്കും അത് ഈ ഒരു വൈറ്റ് പിങ്ക് കോമ്പിനേഷനോടെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ്. നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് സാരീസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് സാരിയാണ്. ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ്, ആ കറക്റ്റ് ബേബി പിങ്ക് അല്ല, ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിൽ വരുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇതിൻ്റെയും ഈ പറഞ്ഞ ഫുൾ ബോഡി ഇതുപോലത്തെ സെൽഫ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ്. നല്ല ഭംഗിയായിട്ട് ഈ പറഞ്ഞ പോലെ ഫുൾ ബോഡിയിലും ഈ ഒരു സെൽഫ് കളർ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. അതും റിച്ച് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഒരു എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ പല്ലുവിന്റെ എൻഡ് പോർഷൻ ഇതുപോലെ ആ ഒരു പിങ്ക് കളറിലെ ആ ഒരു ടാസിൽസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഫുൾ ബോഡി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള സാരികളിലെ പോലെ ഒരു ഹാഫ് പോർഷൻ വരെ ഇതുപോലെ ഇങ്ങനെ ഫുൾ ബോഡി ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സെൽഫ് കളർ ആയതുകൊണ്ട് കുറച്ച് നമുക്ക് വീഡിയോയിൽ കുറച്ച് പരിമിതി ഉണ്ടാവും, എന്നാലും മാക്സിമം അതിന്റെ ലുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ഫ്ലോറൽ വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഹാഫ് പോർഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ ഒരു സെയിം പാറ്റേൺ
ചെസ്റ്റ് പോർഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് താഴോട്ട് ബോട്ടം പോർഷനിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ കണ്ട് ഇതിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിലാവും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. എന്നാലും നമ്മൾ ഉടുത്ത് വരുമ്പം കാണുന്ന ഫുൾ ഭാഗവും ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്ന സാരി തന്നെയാണ്. ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ സോഫ്റ്റ് കോട്ട മെറ്റീരിയലാണ്. സോഫ്റ്റ് കോട്ട മെറ്റീരിയൽ തന്നെ നമ്മൾ ഈ ഒരു സാരി നമുക്ക് വന്നിരിക്കുന്നത്. പ്രീമിയം കോട്ട എന്നൊക്കെ പറയുന്നത് നമ്മുടെ സോഫ്റ്റ് കോട്ട. നമുക്ക് ഇത് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടാത്ത പ്ലെയിൻ ആയിട്ടുള്ള നല്ല ഒരു എലഗൻ ലുക്ക് തരുന്ന ഒരു സാരി തന്നെയാണ്. ഇതിനകത്തും ബ്ലൗസ് വരുന്ന ഒരു ചന്തേരി ഫാബ്രിക്കിലാണ്. വേണമെങ്കിൽ ഈ ഒരു ചന്തേരി ഫാബ്രിക് ബ്ലൗസ് തന്നെ ഇട്ട് പെയർ ചെയ്യുന്നതായിരിക്കും ഇത് കുറച്ചുകൂടെ നല്ലത്. കാരണം ഇത് ഫുൾ സെൽഫ് കളർ എംബ്രോയിഡറി ഒക്കെ കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ വിത്ത് ബ്ലൗസ് വെച്ച് തന്നെ പെയർ ചെയ്യുമ്പോഴായിരിക്കും ഈ സാരിക്ക് കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു പിങ്ക് കളർ ബ്ലൗസ് വെച്ച് തന്നെ പെയർ ചെയ്യുന്നതായിരിക്കും ഈ സാരിക്ക് ഏറ്റവും നല്ലത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2525 ആണ്. ഈ ഒരു സാരി ഈ ഒരു ബഡ്ജറ്റിൽ നല്ല വർത്ത് ആയിട്ടുള്ളൊരു സാരി. നമുക്ക് ക്രിസ്മസ് സീസണിൽ മാത്രമല്ല എപ്പോഴും നമുക്ക് പേസ്റ്റൽ സാരീസ് ഒക്കെ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവത്തില്ലല്ലോ. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്ന ചോയ്സ് വെയർ ആയിട്ട് മാത്രമല്ല ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ക്രിസ്മസിനൊരു സ്പെഷ്യലായിട്ട് നമുക്ക് ആ ഒരു മാത്രമായിട്ട് കൂട്ടണ്ട, നമുക്ക് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന പോലത്തെ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി ഉള്ളൊരു സാരിയാണ്. അതും ഈ ഒരു ബഡ്ജറ്റിൽ ഭയങ്കര വർത്തായിട്ടുള്ളൊരു സാരി തന്നെ. നമുക്ക് വാർഡ്രോബിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കളേഴ്സൊക്കെ വരുന്ന പിങ്ക് ഒക്കെ. അപ്പം അതിൽ ഇത്രയും റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി ഒക്കെ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഒരു കളർ വേരിയേഷനോടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്കും ഒക്കെ ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷനാണ് ബേജ് കളർ. ഈ സെയിം സാരി ഇപ്പം ഈ കാണിച്ച പീച്ച് പിങ്ക് കോമ്പിനേഷനിലുള്ള സാരി നമുക്ക് ബേജ് കളറിൽ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ആ ബേജ് കളറിൽ ആ സെൽഫ് എംബ്രോയിഡറി വന്നിരിക്കുമ്പോൾ എംബ്രോയിഡറിക്ക് കുറച്ചും കൂടെ നമ്മൾ പിങ്കിൽ കണ്ടതിനേക്കാളും ഹൈലൈറ്റ് വരും. നേരിട്ട് നല്ല ഭംഗി ചെയ്ത് കൊടുത്ത് വരുമ്പോഴത്തേനും ഇത് ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നല്ല ആപ്റ്റായിട്ടുള്ളൊരു സാരിയാണ്. ഇപ്പോൾ ഒരു ബാപ്റ്റിസം ആണെങ്കിലും ഹോളി കമ്മ്യൂണിയൻ ആണെങ്കിലും അങ്ങനത്തെയൊക്കെ ഫംഗ്ഷൻസിനാണെങ്കിലും ഉടുക്കാവുന്ന പോലത്തെ സാരിയാണ്. ഈവൻ ചേർച്ച് വെയർ ആയിട്ട് മാത്രമല്ല, നമുക്ക് ഏതൊരു ഒക്കേഷനിലും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പോലത്തെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ സാരിയാണ് ഇത്. സോഫ്റ്റ് കോട്ടയിൽ ആ ഒരു എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി കിടക്കും. നമ്മൾ ഉടുത്താൽ ആ ഉടുത്തടത്ത് കടന്നോളും. അതിന് ആ ഒരു ഫുൾ ഫിനിഷ് ലുക്ക് ഉണ്ടാവും നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ചന്തേരി ബ്ലൗസ് അതിനകത്ത് ബ്ലൗസ് വരുന്നത് ഇതുണ്ടോ, ചന്തേരി ബ്ലൗസ് ഇതിനകത്ത് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് ആ സെയിം ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. വിത്ത് ബ്ലൗസ് തന്നെ പെയർ ചെയ്യുന്നത് നല്ലത്. ഫുൾ സെൽഫ് കളർ എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇട്ടാൽ ഈ എംബ്രോയിഡറിയുടെ ഹൈലൈറ്റ് പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൽഫ് എംബ്രോയിഡറി സെൽഫ് കളർ ബ്ലൗസ് പ്ലെയിൻ ഇടുമ്പം തന്നെയായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്കിന് ഹൈലൈറ്റ് വരുന്നത്. ഇതിൻ്റെയും ഹാഫ് പോർഷനൊക്കെ കഴിയുമ്പം തൊട്ട് ബോട്ടം പോർഷനിലോട്ടാണ് വർക്ക് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലുള്ള റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. ചെറിയ ഫ്ലവേഴ്സും ലീവ്സും കൂടെ ഉള്ളൊരു ഫ്ലവർ പാറ്റേൺ ആണ്. പക്ഷേ തിക്കായിട്ട് ഫുൾ ബോഡിയിലും അത് ചെയ്തിരിക്കുമ്പോൾ നല്ല ഭംഗി അത് കാണാനായിട്ട്. ഈ സാരിയുടെ റേറ്റ് സെയിം തന്നെയാണ്. നമുക്ക് ആ നേരത്തെ കാണിച്ച പീച്ച് പിങ്ക് സാരിയുടെ തന്നെ സെയിം റേറ്റ് ആണ്. 2525 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വീണ്ടും ഒരു പേസ്റ്റൽ ഷെയ്ഡ് സാരിയാണ്. നമ്മുടെ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. ഇത് നമ്മൾ നേരത്തെ വേറെ ഒത്തിരി കളർ സാരീസിലൊക്കെ, അതായത് നമ്മുടെ കട്ട് വർക്ക് സാരീസിലൊക്കെ ഒത്തിരി മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു കളറായിരുന്നു ഈ ഒരു ഗ്രീൻ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണിത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഈ കളറിൽ ഒരു കട്ട് വർക്ക് പാറ്റേണിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നോർമൽ കട്ട് വർക്ക് പോലെ ഇതിൽ ആ ഒരു ഗ്യാപ്പ് വരുന്നില്ല. പകരം അടിയിലൊരു ക്ലോത്ത്, ഒരു നെറ്റ് ക്ലോത്ത് പോലത്തെ ഒരു ക്ലോത്ത് വെച്ച് ഈ ഒരു വർക്ക് കവർ ചെയ്തിരിക്കുക. പക്ഷെ ഇത് കണ്ടോ, സീ ത്രൂ ആയിട്ട് ഇച്ചിരി ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിൽ തന്നെയാണ് ഒരു വർക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഹോൾസ് ഇല്ലേം താനും. നല്ല ഭംഗിയായിട്ടൊരു ലീഫ് പാറ്റേൺ. ഇതിൻ്റെ ഫുൾ ബോർഡറും ഇങ്ങനെ തന്നെ ഈ ഒരു കട്ട് വർക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് എൻഡിലൂടെ സ്കാലപ്പ് വർക്കും വന്നിട്ടുണ്ട്. ഇതിൻ്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷനിൽ ഇങ്ങനെ പല്ലുവിൻ്റെ എൻഡും അതുപോലെ തന്നെ ബോർഡേഴ്സ് വന്ന് ഇങ്ങനെ ചെയ്തിരിക്കുക. ഇത് സെൽഫ് കളറിൽ തന്നെയാണ് ഒരു എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആ ഒരു കട്ട് വർക്കിൻ്റെ ഡീറ്റെയിൽ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടി താഴെ ഒരു ലൈറ്റ് കളർ ഫാബ്രിക്, ഒരു വൈറ്റ് ഷെയ്ഡിനോട് സാമ്യമുള്ള പോലത്തെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് ലൈറ്റ് തിൻ ഫാബ്രിക് വെച്ചിട്ടാണ് ഇതിനടിയിൽ ഈ ഒരു കവറേജ് കൊടുത്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ സാരിയിൽ വന്നിട്ടുണ്ട്. ഫുൾ ബോർഡറിലും ഈ ഒരു സാരിയിൽ ഇതുപോലെ രണ്ട് വശത്തും ഫുൾ ബോഡിയിലും ഈ ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഈ സാരി ഉടുത്ത് വരുമ്പോൾ നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള ഒരു റോയൽ ലുക്ക് വരുന്ന കളർ കോമ്പിനേഷൻ കൊണ്ടാണെങ്കിലും
വർക്ക് കൊണ്ടാണെങ്കിലും ഒക്കെ നല്ലൊരു റോയൽ ലുക്ക്, ഒരു ക്ലാസ് ലുക്ക് തരുന്നൊരു സാരിയാണ് ഇത്. നമുക്ക് ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് മാത്രമൊന്നുമല്ല, നമുക്ക് എപ്പോഴും ഏതൊരു ഒക്കേഷനും കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു നോർമൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടാണെങ്കിലും അല്ല ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ ഉടുക്കാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയലാണ്. ഇതും സോഫ്റ്റ് കോട്ടയിൽ വരുന്ന മെറ്റീരിയൽ, അതുകൊണ്ട് നല്ല ഉടുത്താൽ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. ഒത്തിരി ഇങ്ങനെ കോട്ട ഫാബ്രിക് ആയതുകൊണ്ട് ചൂടെടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ എളുപ്പമുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഫുൾ സ്കാലപ്പ് വർക്കും ഈ ഒരു കട്ട് വർക്ക് കൂടെ വരുമ്പം നല്ല ഭംഗിയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2725 ആണ്, 2725. ഇതിന്റെ തന്നെ നമുക്ക് ഒരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു നല്ല പീച്ച് കളറാണ് ഇതിൻ്റെ കൂടെ നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം ആ ഗ്രീനിന്റെ തന്നെ പീച്ച് ഷെയ്ഡ്, സെയിം ലീഫ് പാറ്റേണും ആ ഒരു കട്ട് വർക്ക് പാറ്റേണും ഒക്കെ തന്നെ ഈ ഒരു സാരിയിലും വന്നിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കട്ട് വർക്കിന്റെ ലുക്ക് വരും, എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു അടിയിലൊരു നെറ്റ് ഫാബ്രിക് പോലത്തെ ഒരു ഫാബ്രിക് വെച്ച് കവർ ചെയ്തിരിക്കുവാണ്. ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ആ ഒരു കിഴുത്തെ പോലെ ഹോൾസ് അല്ല വരുന്നത്, പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ അതിന് വർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ബോഡി സ്കാലപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു ഫിനിഷ് ലുക്ക് തന്നെ ഈ ഒരു സാരിക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആണല്ലോ പീച്ച് ഷെയ്ഡ് എന്നൊക്കെ പറയുന്നത്, ഒത്തിരി പേരുടെ ഫേവറേറ്റ്. അതുപോലെ ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് എല്ലാ കോംപ്ലക്ഷനിലുള്ളവർക്കും ചേരുന്ന കളേഴ്സാണ്. ഇപ്പം നല്ല പേസ്റ്റൽ ഗ്രീൻ ആണെങ്കിലും പീച്ച് ആണെങ്കിലും പിങ്ക് ആണെങ്കിലും ഒക്കെ എല്ലാ കോംപ്ലക്ഷനിലുള്ളവർക്കും ചേരുകയും ചെയ്യും. ഒത്തിരി എറിച്ച് നിൽക്കുന്ന സാരികളൊന്നുമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിനാണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ല ഭംഗിയുള്ള സാരീസാണ്. അപ്പം ഈ ഒരു സാരിയുടെയും പ്രൈസ് സെയിം തന്നെയാണ്, 2725 തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പം ഇത്രയും സാരീസാണ് നമ്മൾ ഇന്ന് ഈ ഒരു കളക്ഷനിൽ കാണിക്കുന്നത്. ഈ ഒരു സാരിയുടെ ബ്ലൗസ് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഈ രണ്ട് സാരീസിന്റെ ബ്ലൗസിന്റെ സ്ലീവിലും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ ചന്തേരി മിക്സ് വരുന്ന ബ്ലൗസ് പീസാണ് വരുന്നത്, പക്ഷെ സ്ലീവ്സിൽ ഇതുപോലെ കട്ട് വർക്ക് വരുന്ന പോലെ തന്നെ ആ ഒരു സ്കാലപ്പും ഈ ഒരു കട്ട് വർക്കും വരുന്നത് പോലെ ഇതിന്റെ രണ്ടിന്റെ ബ്ലൗസും പ്ലെയിൻ ബ്ലൗസ് അല്ല, ആ ഒരു കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ഈ ബ്ലൗസിന്റെ എൻഡിലും വരുന്നുണ്ട് കേട്ടോ. നല്ല അതുകൊണ്ട് തന്നെ ബ്ലൗസിനും ആ ഒരു വർക്ക് ഹൈലൈറ്റും ഒക്കെ തന്നെ കിട്ടും. സെൽഫ് കളർ ആയതുകൊണ്ട് ആ വർക്കിന് ഫുൾ ഹൈലൈറ്റും ഈ ഒരു സാരിക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 2725 ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഷെയ്ഡ്സ് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഷെയ്ഡ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് വരുന്നതായിരിക്കും, മിക്കവാറും നെക്സ്റ്റ് സ്റ്റോക്കിൽ നമ്മൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. ഈ സാരീസ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.